കർണാടകം ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. ഇന്ന് സാമ്പത്തിക തകർച്ചയിലേക്ക് അനുദിനം വീണുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. 2023 കോൺഗ്രസ് അധികാരത്തിൽ വന്നത് 5 ഗ്യാരണ്ടികൾ വാഗ്ദാനം ചെയ്താണ്. പ്രതിവർഷം 36,000 കോടി രൂപ, അതായത് ബജറ്റിന്റെ 10 മുതൽ 12% വരെയാണ് ഇത് നടപ്പിലാക്കാനായി മാറ്റിവെക്കേണ്ടി വരുന്നത്. ഗൃഹജ്യോതി പദ്ധതി അഥവാ സൗജന്യ വൈദ്യുതി, പിന്നെ ശക്തി അതായത് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര, പിന്നെ അന്നഭാഗ്യ അതായത് സൗജന്യ അരി, പിന്നെ ഗൃഹലക്ഷ്മി കുടുംബനാഥകൾക്ക് മാസം 2,000 രൂപ, കൂടാതെ യുവനിധി അതായത് തൊഴിലില്ലായ്മ വേതനം നൽകുന്ന പദ്ധതി യുവനിധി എന്നിവയാണ് ഈ 5 ഗ്യാരണ്ടി പദ്ധതികൾ. ഈ പദ്ധതികൾ സാമ്പത്തിക പ്രതിസന്ധികളുടെ ഒരു പരമ്പര തന്നെ കർണാടകത്തിൽ സൃഷ്ടിച്ചു. സംസ്ഥാനത്തിന്റെ വരുമാന കമ്മി വർദ്ധിക്കുകയും വികസന പദ്ധതികൾക്ക് പകരം സൗജന്യങ്ങൾക്കായി വലിയ തോതിൽ കടമെടുക്കേണ്ടി വരികയും ചെയ്തു. കർണാടകയുടെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണം ഉയർന്ന അഴിമതിയും വികസന പ്രവർത്തനങ്ങളുടെ അഭാവവുമാണെന്ന് പ്രമുഖ നിക്ഷേപകൻ മോഹൻദാസ് പൈ വിമർശിക്കുന്നു. വികസനത്തിന് പണമില്ല എന്ന് 2025 ജൂണിൽ ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര തന്നെ സമ്മതിച്ചത് ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. സൗജന്യങ്ങൾക്കായി കൃഷി, ഗ്രാമവികസനം തുടങ്ങിയ മേഖലകളിലെ ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് കർഷകരെയും ദോഷകരമായി ബാധിച്ചു. ഇന്ത്യയുടെ തന്നെ IT ഹബ്ബായ ബംഗളൂരുവിൽ തകർന്ന റോഡുകൾ പോലും നന്നാക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ മാറി. നഗരവികസനത്തിന് കൂടുതൽ പണം ചെലവഴിക്കാത്തത് കൊണ്ട് തന്നെ നിക്ഷേപകരെ നിരുത്സാഹപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. 2.5 ലക്ഷത്തിലധികം സർക്കാർ ഒഴിവുകളിൽ പുതിയ നിയമനങ്ങൾ നടന്നിട്ടില്ല. ഇതിന് കാരണവും സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. സർക്കാർ ജോലി ആവശ്യപ്പെട്ട ആയിരക്കണക്കിന് യുവാക്കൾ ധാർവാഡ് നഗരത്തിൽ തെരുവിലിറങ്ങി. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് യുവാക്കൾ ഒരുങ്ങുന്നത്. ഇതും സർക്കാരിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.